നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയക്കര ടോൾ പ്ലാസയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നന്ദിക്കരയിൽ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. വടക്കേത്തുറവ് സ്വദേശിനി വൈഷ്ണവിയാണ് മരിച്ചത്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ജന്മദിനാചരണം ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരണം. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ വ്യാപക പ്രതിഷേധം. മുപ്പളിയം മടപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ജില്ലയിൽ എക്സൈസിന്റെ കീഴിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലുള്ള ഏക വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്നു. വാർത്തകൾ വിശദമായി. പാലിയക്കര ടോൾ പ്ലാസയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന്റെ നിയന്ത്രണങ്ങൾ മറികടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പോലീസിന്റെ ബാരിക്കേഡുകൾ തകർക്കാനും പ്രവർത്തകർ ശ്രമിച്ചു. ടോൾ പ്ലാസയ്ക്ക് സമീപം ദേശീയപാത ഉപരോധിച്ച സമരക്കാരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ടോൾ ഒഴിവാക്കുക, ഗതാഗത സ്തംഭനം ഒഴിവാക്കുക, റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പുതുക്കാട് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം നടത്തിയത്. തലോർ മേൽപ്പാലത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് നടന്ന ധർണ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ജയ്ജു സെബാസ്റ്റ്യൻ, സെബി കൊടിയൻ, കെ ഗോപാലകൃഷ്ണൻ, ശോഭ സുബിൻ, രാജീവ്, TM ചന്ദ്രൻ, ഫൈസൽ ഇബ്രാഹിം, ആൽജോ ചാണ്ടി, KF ഡൊമിനിക്, സതീഷ് വിമലൻ, റോയ് കെ ദേവസി, റീസൻ വർഗീസ്, ജിമ്മി മഞ്ഞളി, ഔസേഫ് വൈക്കാടൻ, ഷാഫി കല്ലൂപ്പറമ്പിൽ, PT വിനയൻ, K രാധാകൃഷ്ണൻ, സിജോ പുന്നക്കര, KV പുഷ്പാകരൻ, KS കൃഷ്ണൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. പോലീസ് അറസ്റ്റ് ചെയ്ത ജോസ് വള്ളൂർ, കെ ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, ശോഭ സുബിൻ, ശ്രീ പ്രമോദ്, ഹരീഷ് മോഹൻ, സുശീൽ ഗോപാൽ, ഫൈസൽ ഇബ്രാഹിം, അൽജോ ചാണ്ടി, ഷെറിൻ തേർമടം, K മനോജ് കുമാർ, ഹരൻ ബേബി എന്നിവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. ചൂണ്ടിക്കാണിച്ചു ടോൾ കൊള്ള അവസാനിപ്പിക്കണം. എത്രയോ വർഷങ്ങളായി ഈ അനീതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും വലിയ പോരാട്ടങ്ങൾ നടത്തി വരികയാണ്. കഴിഞ്ഞ മാസമാണ് ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അദ്ദേഹം ടോൾ പ്ലാസയുടെ കമ്പനിക്കാർക്ക് കത്തുകൊടുത്തു. ടോൾ പിരിവ് നിർത്തിവെക്കണം, ഗതാഗത കുരുക്ക് ഒഴിവാക്കണം, ഈ കൊള്ള ഇനി അനുവദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കത്തുകൊടുത്ത സാഹചര്യം പോലും ഉണ്ടായി. നന്ദിക്കരയിൽ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ചു. പുതുക്കാട് വടക്കേത്തുറവ് ചീരുംകണ്ടത്ത് മോഹനന്റെ മകൾ 17 വയസ്സുള്ള വൈഷ്ണവിയാണ് മരിച്ചത്.
ശനിയാഴ്ച രാവിലെ 7:30-ക്കായിരുന്നു അപകടം. ബസ് ഇറങ്ങി സഹപാഠിയോടൊപ്പം ട്യൂഷൻ സെന്ററിലേക്ക് പോകാൻ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കോട്ടയം ഭാഗത്തേക്ക് കള്ളുകൊണ്ടുപോയിരുന്ന പിക്കപ്പ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തെറിച്ചു വീണ വൈഷ്ണയെ നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂടെയുണ്ടായിരുന്ന കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പിക്കപ്പ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നന്ദിക്കര ഗവൺമെന്റ് സ്കൂളിലെ +2 കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥിനിയാണ്. രമയാണ് അമ്മ, സഹോദരൻ വൈശാഖ്. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി ജെയിംസ് പറപ്പുള്ളി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, വർഗീസ് തെക്കേത്തല, ജസ്റ്റിൻ ആറ്റുപുറം, ജോജോ കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. ലീഡർ കെ കരുണാകരന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണയത്ത് അധ്യക്ഷനായിരുന്നു. ഷെന്നി പനോക്കാരൻ, സുനിൽ മുളങ്ങാട്ടുകര, സൈമൺ നമ്പാടൻ, ഹേമലത സുകുമാരൻ, ഷമീറ ഷാഹുൽ ഹമീദ്, മിനി ഡെന്നി എന്നിവർ പ്രസംഗിച്ചു. ലീഡർ കെ കരുണാകരന്റെ ജന്മദിനം കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, നൈജോ ആന്റോ, സുരേഷ് അരിക്കാട്ട്, സിജിൽ ചന്ദ്രൻ, തങ്കമണി മോഹനൻ, ജോണി കൊട്ടേക്കാട്ടുകാരൻ, ബേബി കണ്ണമ്പടത്തി എന്നിവർ പ്രസംഗിച്ചു. കുട്ടൻ പുളിക്കലാൻ, ഭഗവത് സിംഗ്, കെ കെ ഗോകുലൻ, നന്ദകുമാർ കോരപ്പത്ത്, ജോയ് പുരയിടം, ഉസ്മാൻ മന്ത്രിക്കുത്ത്, മുരളീധരൻ വെട്ടിയാട്ടിൽ, ഫ്രാൻസിസ് ആരോദ, കെ എ അമ്മുണ്ണി, അർജുനൻ വടേക്കാട്ടിൽ, ബിൻഡോ പുരയിടം, നിസാർ കറുപ്പം വീട്ടിൽ, വർഗീസ് കോടാലി, സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ജന്മവാർഷിക ദിനത്തിൽ കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല അധ്യക്ഷത വഹിച്ചു. UDF പുതുക്കാട് നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. TD വാസുദേവൻ, ബ്ലോക്ക് ഭാരവാഹികളായ വിജയൻ കൈതവളപ്പിൽ, VB നാരായണൻകുട്ടി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NM പുഷ്പാകരൻ, പഞ്ചായത്ത് അംഗം ഷീബ സുരൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം ഭാരവാഹികളായ കുഞ്ഞുവർദ്ധി നന്ദിക്കര, പോളി പറപ്പൂക്കര, ഗോപി നന്ദിക്കര, രഘു രാപ്പാൾ, രാജൻ മുത്തേരി, വിശ്വംഭരൻ നന്ദിക്കര എന്നിവർ നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ജന്മവാർഷിക ദിനത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അളകപ്പനഗറിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. അളകപ്പനഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഡേവിസ് അക്കര ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. മുൻ അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലക്കൽ, KV പുഷ്പാകരൻ, K കൃഷ്ണൻകുട്ടി, സനൽ മഞ്ഞളി, O വിജയൻ, MP വർഗീസ്, ഓസ്റ്റിൻ തെക്കുംപുറം, ചന്ദ്രൻ പുതിയടത്ത്, TT ബെന്നി, മഹിളാ കോൺഗ്രസ് നേതാക്കളായ നിഷ, റോസ്മേരി, TR സുമ, ശ്രീദേവി എന്നിവർ പ്രസംഗിച്ചു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ജന്മദിനത്തിൽ വരന്തരപ്പള്ളി സെന്ററിൽ കോൺഗ്രസ് പ്രവർത്തകർ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ KL ജോസ്, PT വിനയൻ, തോമസ് കാർലത്തുകാരൻ, ജോജോ പിണ്ടിയാൻ, MS വാസുദേവൻ, PC ജോസ് എന്നിവർ സന്നിഹിതരായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി പന്തംകൊളുത്തി പ്രകടനം നടത്തി. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ രാജു തളിയപ്പറമ്പിൽ, ഷാജു കാളിയങ്കര, KJ ജോജു, ജെയിംസ് പറപ്പുള്ളി, വർഗീസ് തെക്കേത്തല, ലിൻസൺ പല്ലൻ, MA അനീഷ് കുമാർ, സച്ചിൻ ഷാജു എന്നിവർ നേതൃത്വം നൽകി. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് KPCC ആഹ്വാനം ചെയ്ത സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ KL ജോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് EA ഓമന അധ്യക്ഷത വഹിച്ചു. ഡേവിസ് W അക്കര, P ഗോപാലകൃഷ്ണൻ, PC ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ ജോജോ പിണ്ടിയാൻ, ഷൈജു പട്ടിക്കാട്ടുകാരൻ എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ ബൈജു ഈന്തനച്ചാലിൽ, ബിജു കുന്നേൽ, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ എടത്തിനാൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോജോ പിണ്ടിയാൻ, ബാബു തച്ചിലോട്ട് എന്നിവർ സന്നിഹിതരായി.
ആരോഗ്യ മേഖലയിലെ തകർച്ചയ്ക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പന്തല്ലൂർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് ഭാരവാഹികളായ അനീഷ് രാജ്, ബൈജു ആന്റണി, ദീപക് നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധ പ്രകടനം പഞ്ചായത്ത് അംഗം കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മുൻ കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം പ്രസിഡന്റ് KS ജോൺസൺ, മഹിളാ കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം പ്രസിഡന്റ് അജിമോൾ ഷാബു, വാർഡ് പ്രസിഡന്റുമാരായ ശിവരാമൻ നടപ്പറമ്പിൽ, ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. മുപ്ലിയം മടപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ, ഉഷപൂജ, ഗണപതി ഹോമം, അഭിഷേകങ്ങൾ, രുദ്രാഭിഷേകം, ഉച്ചപൂജ, അന്നദാനം എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് ക്ഷേത്ര ചടങ്ങുകൾ, പ്രത്യേക പൂജ, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, തുടർന്ന് ഭഗവത് സേവ എന്നിവ നടത്തി. ഇനി കാണാം സ്പോട്ട് റിപ്പോർട്ടർ. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വ്യാപനവും തടയാൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതോടെ ലഹരിയിൽ നിന്നും മോചനം തേടി എത്തുന്നവരുടെ എണ്ണം ഏറുന്നു. ജില്ലയിൽ എക്സൈസിന്റെ കീഴിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലുള്ള ഏക വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്നു. 2018 ഡിസംബറിലാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ ഭാഗമായി എക്സൈസ് ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി ഡി അഡിക്ഷൻ സെന്റർ അഥവാ ലഹരി മോചന ചികിത്സാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. 15,000-ഓളം പേരാണ് നാളിതുവരെ ഈ സ്ഥാപനത്തിന്റെ സേവനം തേടി എത്തിയവർ. 1000-ഓളം പേർ പൂർണ്ണമായും ലഹരിയിൽ നിന്ന് മോചനം നേടി. സമൂഹത്തിൽ രാസലഹരി വേരുറപ്പിക്കുമ്പോൾ ലഹരിയിൽ നിന്ന് മോചനം തേടുന്നവരുടെ എണ്ണമേറുന്നത് ചാലക്കുടി ഡി അഡിക്ഷൻ സെന്ററിന് വെല്ലുവിളിയായിരുന്നു. കിടത്തി ചികിത്സയുടെ അപര്യാപ്തതയാണ് കൂടുതൽ പ്രതിസന്ധിയായത്. ആസക്തിയുള്ള 8 പേർക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും താമസിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. രോഗികളെ പരിശോധിക്കുന്നതിനുള്ള സൗകര്യവും കുറവായിരുന്നു. സ്ത്രീകളും കുട്ടികളും എത്തുമ്പോൾ അവരെ OPയിൽ ചികിത്സ നൽകി നിരീക്ഷിക്കുകയാണ് പതിവ്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK രാജുവിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പുമായി ചർച്ച ചെയ്ത് ആശുപത്രിയിലെ ഒരു വാർഡ് കിടത്തി ചികിത്സയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നവീകരിച്ചത്. ഇവിടെ വരുന്ന മുഴുവൻ ചികിത്സയ്ക്ക് നേടി വരുന്ന മുഴുവൻ ആൾക്കാർക്കും സൗജന്യമായിട്ട് സർക്കാർ സംവിധാനം ഇവിടെ നൽകി വരുന്നത്. അവർക്ക് ആവശ്യമായ മരുന്നുകളും ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങളും ഫ്രീ ആണ്. ഇതുകൂടാതെ ആദ്യ ഉപയോഗത്തിൽ തന്നെ ആവർത്തനം അടിമത്തത്തിലേക്കും അടിമത്തത്തിൽ നിന്ന് അന്ത്യത്തിലേക്കും പോകുന്ന മാരകമായ ലഹരി വിമുക്ത സമൂഹത്തിനായി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് പരിശ്രമിച്ച് മുന്നേറാൻ വേണ്ടി നമ്മൾ സാധിക്കണം. ചാലക്കുടി ലയൺസ് ക്ലബിന്റെ സഹായത്തോടെ നവീകരണം പൂർത്തിയാക്കിയ വാർഡിൽ 16 പേർക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക വാർഡുകൾ ക്രമീകരിക്കാനായതും നേട്ടമായി. സാധാരണക്കാരായ ഒട്ടേറെ പേരാണ് ചികിത്സ തേടി ഇവിടെ എത്തുന്നത്. രാസലഹരിക്ക് അടിമപ്പെട്ട് പഠന സ്വഭാവ വൈകല്യങ്ങളോടെ 13 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കൗമാരക്കാരും യുവാക്കളും മദ്യാസക്തിയിൽ നിന്ന് മോചനം തേടി വിവിധ പ്രായത്തിലുള്ളവരും ഇവിടെ എത്തുന്നുണ്ടെന്ന് ക്ലിനിക്കൽ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ ബീന പറഞ്ഞു. ഇവിടെ കൂടുതലായിട്ടും വരുന്നത് 15 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ കൂടുതലും ലഹരി ഉപയോഗിക്കുന്നവരായിട്ട് ഉള്ള പേഷ്യൻ്റാണ് വരാറുള്ളത്. പിന്നെ അതിന് മുകളിൽ 25നും ഒരു 60-70 വയസ്സ് വരെയുള്ളതിൻ്റെ ഇടയിൽ വരുന്നത് കൂടുതലും ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യൻസാണ്. ചികിത്സയും മരുന്നും ഭക്ഷണവും ഉൾപ്പെടെ പൂർണ്ണമായും സൗജന്യമാണ്. ചികിത്സയ്ക്ക് പുറമെ വ്യക്തിഗത കൗൺസിലിംഗ്, ഗ്രൂപ്പ് തെറാപ്പി, ഫാമിലി തെറാപ്പി തുടങ്ങിയ സംവിധാനങ്ങളോടെയാണ് ലഹരിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ഇവർ ആശ്വാസമേകുന്നത്. ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കുകയും നൈമിഷികമായ ലഹരിയല്ല ജീവിതമാണ് ലഹരിയെന്ന് കൂട്ടായ പരിശ്രമത്തിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയുമാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ഡി അഡിക്ഷൻ സെന്ററിലൂടെ എക്സൈസ് വകുപ്പും ആരോഗ്യ വകുപ്പും. ലഹരിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി 9446277279 അല്ലെങ്കിൽ 6238600254 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ നാടിനെ, പുതുതലമുറയെ
ലഹരിയുടെ ഇരുണ്ട ലോകത്തു നിന്നും കൈപ്പിടിച്ചുയർത്തുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി മാറുകയാണ്. ചാലക്കുടിയിലെ എക്സൈസ് വകുപ്പും ആരോഗ്യവകുപ്പും സാമൂഹിക പ്രതിബദ്ധതയോടെ കൈകോർത്ത് മുന്നേറുമ്പോൾ ചാലക്കുടിയിലെ ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാവുകയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ലഹരി വിരുദ്ധ റാലി, തുടി, നൃത്താവിഷ്കാരം എന്നിവയായിരുന്നു പരിപാടികൾ. പ്രിൻസിപ്പൽ ഇൻചാർജ് ടെസി ചെറിയാൻ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. NSS വളണ്ടിയർമാർ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ നൃത്തശില്പം തുടി അവതരിപ്പിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ലഹരി വിരുദ്ധ സന്ദേശ പ്രചരണാർത്ഥമുള്ള നോട്ട്ബുക്കിന്റെ വിതരണവും ഇതോടൊപ്പം നടന്നു. ചടങ്ങിൽ സുംബ ഡിസ്പ്ലേ വിദ്യാർത്ഥികൾക്കായി അവതരിപ്പിച്ചു. ആളൂർ പഞ്ചായത്തിൽ മരുന്ന് സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ തീപിടുത്തം. കൊമ്പിടിഞ്ഞാമാക്കൽ തോംസൺ പൗൾട്രിയുടെ കോഴികൾക്കുള്ള മരുന്ന് സൂക്ഷിപ്പ് കേന്ദ്രത്തിന് തീപിടിച്ചത്. കഴിഞ്ഞ രാത്രി 8:15 തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 2000-ഓളം സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഗോഡൌണിന്റെ ഏകദേശം പകുതിയോളം ഭാഗം മരുന്നുകൾ സൂക്ഷിച്ചിരുന്ന ഇടമായിരുന്നു. ഈ ഭാഗമാണ് കത്തി നശിച്ചത്. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം 2025 സംഘടിപ്പിച്ചു. മുൻ കേരള സ്റ്റേറ്റ് ഫുട്ബോൾ കോച്ച് അശോക് മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹയർ സെക്കൻഡറി SSLC പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. മാനേജർ TS മുരളി അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വടംവലി പരിശീലകൻ DCL ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം KV സുഭാഷ്, പ്രിൻസിപ്പൽ ലേഖ N മേനോൻ, പ്രധാനാധ്യാപിക അഞ്ജു ജനകൻ, മുൻ ഹെഡ് മിസ്സസ് KS ഉദയ, AUPS പ്രധാനാധ്യാപിക P സ്വപ്ന, PTA പ്രതിനിധികളായ CK ബിനേഷ്, VK റോയ്, പൂർവ്വ വിദ്യാർത്ഥി വിത്നാത്മജൻ, സ്റ്റാഫ് സെക്രട്ടറി KS സിമിത എന്നിവർ പ്രസംഗിച്ചു. മുപ്ലിയം GHS സ്കൂളിലെ ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി, NJ ബിനോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റോസ്ലി തോമസ്, കൊടകര BRC, BPC TR അനൂപ്, പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി, പ്രിൻസിപ്പൽ PS ബിജി, പ്രധാനാധ്യാപിക KT സീന, OSA ചെയർമാൻ KN ജയപ്രകാശ്, സീനിയർ അസിസ്റ്റന്റ് HSA K അമൃതപ്രിയ, ക്രിയേറ്റീവ് കോർണർ കോർഡിനേറ്റർ PD മിനി എന്നിവർ പ്രസംഗിച്ചു. അടുത്ത വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം, കായികമേള എന്നിവ നടക്കുന്ന ജില്ലകൾ പ്രഖ്യാപിച്ചു. സ്കൂൾ കലോത്സവം തൃശൂരിലും കായികമേള തിരുവനന്തപുരത്തുമാണ് നടക്കുക. കലോത്സവവും കായികമേളയും ജനുവരിയിൽ നടക്കും. കായികമേള സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിലാണ് തിരുവനന്തപുരത്ത് നടക്കും. ശാസ്ത്രമേള പാലക്കാടും സ്പെഷ്യൽ സ്കൂൾ മേള മലപ്പുറത്തും നടക്കും. 2025 നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ആയിരുന്നു കപ്പടിച്ചത്. 1 പോയിന്റിന് പാലക്കാടിനെ മറികടന്നാണ് 1/4 നൂറ്റാണ്ട് ശേഷം തൃശൂർ ചാമ്പ്യന്മാരായത്. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ NSS യൂണിറ്റിന്റെയും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ വിഷൻ സെന്റർ ആമ്പലൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ലിജോ ജോൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. NP സെബി, CJ സിൻഡോ, കാവ്യ ജോസ്, NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ, അനഘാദാസൻ എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി CJM അസംപ്ഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ സ്കൂൾ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി. NDRF കമാൻഡർ ASI S അനീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PC ജോസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പ്രധാനാധ്യാപകൻ ജോവൽ V ജോസഫ്, SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഡോക്ടർ സ്വപ്ന സെബാസ്റ്റ്യൻ, NDRF അംഗങ്ങളായ ജിനേഷ്, മുഹാജ്, ഹരികൃഷ്ണൻ, അജയ് ശങ്കർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. CPR, ഫസ്റ്റ് എയ്ഡ്, ദുരന്തമുഖത്ത് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്നിവ വിശദീകരിച്ചു. SPC CPO ജിജു ആന്റണി, നിമൽ K ബെന്നി, ഫസ്റ്റ് അസിസ്റ്റന്റ് മിനി ജോൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചെമ്പുച്ചിറ GHS സ്കൂളിൽ വായനാ പക്ഷാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടത്തി. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകൻ രവി ചിത്രശാല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക കൃപ കൃഷ്ണൻ, സീനിയർ അധ്യാപിക KM ഗീത,
നിതീഷ് ഗോപി എന്നിവർ പ്രസംഗിച്ചു. ചെമ്പുച്ചിറ GHS സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെയും വനിതാ ശിശു വികസന വകുപ്പിന്റെയും കനൽ ഇന്നവേഷൻസിന്റെയും ആഭിമുഖ്യത്തിൽ UP വിഭാഗം കുട്ടികളുടെ മാതാപിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. കനൽ ഇന്നവേഷൻ റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് ഉബൈദുള്ള മാതാപിതാക്കൾക്കായി ക്ലാസ് നയിച്ചു. പ്രധാന അധ്യാപിക കൃപ, അധ്യാപിക വിനിത എന്നിവർ പ്രസംഗിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കാതികൻ V സാംബശിവൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ ജോയ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. TJ ബേബി അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളീപ്പറമ്പിൽ, വായനശാല പ്രസിഡന്റ് EH സഗീർ, ഷാജു കാവുങ്കൽ, റെന്നി വർഗീസ്, AU ശിഹാബുദ്ദീൻ, ജോയ് കാവുങ്കൽ എന്നിവർ പ്രസംഗിച്ചു. അനന്യ ജയൻ കഥാപ്രസംഗം അവതരിപ്പിച്ചു. നന്ദിപുലം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 5-ന് നട തുറപ്പ്, തുടർന്ന് ഗണപതി ഹോമം, നവകം, പ്രത്യേക പൂജകൾ, 7 മുതൽ സാന്ദ്രാനന്ദം, തൽസീക സമിതിയുടെ നാരായണീയ പാരായണം, വൈകിട്ട് 6-ന് നിറമാല, ചുറ്റുവിളക്ക്, 7-ന് പോറാത്ത് രാജീവ്മാരാർ നയിക്കുന്ന പഞ്ചാരിമേളം എന്നിവ ഉണ്ടായിരിക്കും. വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെ 18ാം വാർഷികത്തോടനുബന്ധിച്ച് മുപ്പളിയം വിൻകോസ്റ്റ് ബ്രാഞ്ചിൽ ഞായറാഴ്ച രാവിലെ 10 മുതൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തുന്നു. KK രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പൊതുമരാമത്ത് വകുപ്പ് കൊടകര റോഡ് സെഷന് കീഴിലുള്ള വെണ്ടോർ വട്നാത്ര പൂക്കോട് വരാക്കര പള്ളി റോഡിൽ മണ്ടോലിമൂല ഭാഗത്ത് കൾവർട്ട് നിർമ്മാണം നടക്കുന്നതിനാൽ തിങ്കളാഴ്ച മുതൽ 7/7/2025 പണി പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിൽ ഗതാഗതം നിരോധിച്ചിരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,060 രൂപയും പവന് 72,450 രൂപയും രേഖപ്പെടുത്തി. വെണ്ടോർ കണ്ണമ്പുഴ മണ്ണൂത്തി ഇഗ്നേഷ്യസ് അന്തരിച്ചു. 89 വയസ്സായിരുന്നു. മണ്ണമ്പേട്ട സർവീസ് സഹകരണ സൊസൈറ്റി ഡയറക്ടറായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9-ന് വെണ്ടോർ സെന്റ് മേരീസ് പള്ളിയിൽ. മേരിക്കുട്ടിയാണ് ഭാര്യ. ആൻഡസ്, ഷീജ എന്നിവർ മക്കളും ഡെജിരി, ജോജി ചെറിയാൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയക്കര ടോൾ പ്ലാസയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നന്ദിക്കരയിൽ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. വടക്കേത്തുറവ് സ്വദേശിനി വൈഷ്ണവിയാണ് മരിച്ചത്. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ ജന്മദിനാചരണമൊരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരണം. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ വ്യാപക പ്രതിഷേധം. മുപ്പളിയം മടപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ജില്ലയിൽ എക്സൈസിന്റെ കീഴിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലുള്ള ഏക വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിന്റെ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.